പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിൽ. പമ്പയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതിൽ ഒരു എഫ്ഐആർ കൂടി പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തു. വിശദാംശങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 20 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. +2 വിദ്യാർത്ഥി മുതൽ ഓട്ടോ ഡ്രൈവർ വരെ ഈ അറസ്റ്റിലായവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതുമാണ്. ഇനിയും കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്? തീർച്ചയായും മാത്രമേ ഇന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഇത് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ഇവരെ പമ്പയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇവരെ ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയ, അതായത് ഈ വെള്ളമൊഴിക്കാനും അതുപോലെയുള്ള ഡ്യൂട്ടിക്ക് എത്തിയ ചെറുപ്പക്കാരായിരുന്നു. ഇവരെയാണ് ഇന്നലെ രാത്രി ഏറെ വൈകി പമ്പയിൽ നിന്നും പത്തനംതിട്ട പോലീസ് പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആയിട്ടുണ്ട്. അതുപോലെ ഒരു കേസ് കൂടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 8 കേസുകളായി നിലവിൽ ഇതുവരെ ഈ കായിക താരത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച വിഷയത്തിൽ നിലവിൽ 8 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നും വലിയ രീതിയിലുള്ള അന്വേഷണം ഇതിന്മേൽ നടക്കും. കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അറസ്റ്റുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പോലീസ് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നവരെല്ലാം ഒളിവിൽ പോകാനുള്ള സാധ്യതയും പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം എത്രയും പേരെ പിടികൂടാൻ സാധിക്കുമോ അത്രയും പേരെ പിടികൂടാൻ ഉള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ അറസ്റ്റ് ചെയ്തവരുമായി തെളിവെടുപ്പും ഇന്നുണ്ടാകും. ശ്രമകരമായ ദൗത്യം തന്നെയാണ് പോലീസിനുള്ളത്. എന്നാൽ വളരെ വേഗം ഈ പ്രതികളെ പിടികൂടുന്നതിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ 20 പേരെ നിലവിൽ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആതിര, എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേർ കൂടി ഈ ഘട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20 ആവുകയാണ്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി. ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. പോലീസ് അന്വേഷണം അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ശ്രീരാജ് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.